മല്ലിച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി 2 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ കുതിർത്താനായി വയ്ക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് റവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കാം. റവ കുറുകിക്കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മാവിലേക്ക് ആവശ്യമായ ഈസ്റ്റ് റെഡിയാക്കാം. 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1/2 സ്പൂൺ ഈസ്റ്റും 1 നുള്ളു പഞ്ചസാരയും ചേർത്ത് പൊങ്ങാനായി കലക്കി വയ്ക്കാം. നല്ല ഈസ്റ്റാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ദാ ഈസ്റ്റ് റെഡിയായിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്തിയ അരി മിക്സിയിൽ അരച്ചതിന് ശേഷം അതിലേക്ക് ചെറു ചൂടോടെ റവ കുറുക്കിയതും പൊങ്ങി വന്ന ഈസ്റ്റും ചേർത്ത് കട്ട കെട്ടാതെ ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിൽ കലക്കി വയ്ക്കാം. ഈ പരുവത്തിലാണ് മാവ് റെഡിയാക്കേണ്ടത്. മിനിമം 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വെള്ളയപ്പം റെഡിയാക്കാം. ഏകദേശം 1 മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. റവ കുറുക്കുമ്പോൾ തന്നെ ചെറു ചൂടോടെ ചേർക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മധുരമോ ഉപ്പോ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കായി ഇതിൽ നിന്ന് മാവ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മധുരവും ചേർക്കാം. അപ്പം ചുടാനായി അപ്പച്ചട്ടി വയ്ക്കുക. അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് അപ്പച്ചട്ടി എടുത്ത് ചിറ്റിക്കുക. അതിൽ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അത് മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് കയ്യാലെടുക്കാൻ പറ്റും നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആണെങ്കിൽ. ഇത് അപ്പം റെഡിയായി. ഇനി സെർവ് ചെയ്യാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.